ഹായ് കൂട്ടുകാരെ, 3ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ 2ാമത്തെ പാഠമായ പലഹാരപ്പൊതിയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. മാനത്തമ്പിളി വട്ടം പോലെ പത്തിരി ദോശ ചപ്പാത്തി, പന്ത് കണക്കെ കൊഴുക്കട്ട, പച്ചയുടുപ്പിട്ടിലയടയും, ഇഡ്ഡലി പുട്ട് നൂലപ്പം, മധുരം കിനിയും നെയ്യപ്പം, പല രൂപത്തിൽ പല വേഷത്തിൽ പലഹാരങ്ങൾ നിരനിരയായി. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, പലഹാരങ്ങളെക്കുറിച്ചാണ് ഈ പാഠം. നമുക്കൊരു ചിത്രവായനയിലൂടെ പാഠം തുടങ്ങാം. നോക്കൂ, പലഹാരപ്പൊതി എന്ന 2ാമത്തെ പാഠത്തിൻ്റെ ആദ്യത്തെ പേജിൽ ഒരു ഇടശ്ശേരി കവിതയാണ്. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട്, മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. ഇവിടെ നങ്ങേലി എന്ന അമ്മ സ്വന്തം കുട്ടിക്ക് കാച്ചിയ മോരൊഴിച്ചിട്ട് നല്ലോണം കുഴച്ചൊപ്പി വടിച്ചിട്ട് വാരി കൊടുക്കുകയാണ്. എങ്ങനെയാണ് വാരി കൊടുക്കുന്നത്? കാക്കയെ കാട്ടിയിട്ട്, പൂച്ചയെ കാട്ടിയിട്ട്, അമ്പിളി മാമനെ കാട്ടിയിട്ട്, പിന്നെയോ കാക്കമ്മയും മക്കളെയും കാട്ടിയിട്ട് അതും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കാണിച്ചു കൊടുത്തിട്ട് മാമ കൊടുക്കുകയാണ് നങ്ങേലി. ഒപ്പം കാക്കമ്മയുടെ മക്കൾക്കും മാമ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് കൂട്ടുകാർ ആ പാഠത്തിൽ കാണുന്നത്? ഉറുമ്പുകൾ ഇങ്ങനെ വരിവരിയായി പോകുന്നുണ്ട് അല്ലേ? പിന്നെ ധാരാളം ജീവികളും ആ ഒരു പേജിലുണ്ട്. കുറുക്കനുണ്ട്, പട്ടിയുണ്ട്, കോഴിയുണ്ട്, ഈച്ചയുണ്ട് അല്ലേ? ആടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഇതുപോലെ ചോറ് വാരി തന്നത് ഓർമ്മയുണ്ടോ? അടുത്തതായി കൂട്ടുകാർ പഠിക്കാൻ പോകുന്നത് ലളിത ലെനിൻ എഴുതിയ കടൽ എന്ന കവിതാ സമാഹാരത്തിലെ ഞാനല്ല എന്ന കവിതയാണ്. തൃശ്ശൂർ ജില്ലക്കാരിയാണ് കവയത്രി. നോവലുകളും കവിതകളുമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പദ്യം നോക്കാം. പേരയ്ക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടിപ്പറഞ്ഞതും ഞാനല്ലേ, മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈനീട്ടിച്ചാടിയതും ഞാനല്ലേ, നെയ്യപ്പം വെന്തപ്പോൾ നാക്കൂനൂണച്ചതും ഒളികണ്ണാൽ നോക്കിയതും ഞാനല്ലേ, പേരയ്ക്ക പറിച്ചതും കറുമുറാ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകുളാ തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശാ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ. നല്ലൊരു കവിതയാണ്. താളത്തിലും ഈണത്തിലും പാടാൻ പറ്റിയ ഒരു കവിത. ഈ കവിത ഒരു ചോദ്യോത്തരം പോലെയാണ് അല്ലേ? ഇവിടെ പേരയ്ക്ക പഴുത്തത് കണ്ടതും മാവിൽ മാങ്ങ പഴുത്തതിൻ്റെ മണം അറിഞ്ഞതും നെയ്യപ്പം വെന്തതറിഞ്ഞതും ആരാണ്? അനുജത്തിയാണ്. എന്നാൽ ഇതൊക്കെ ആദ്യം കിട്ടിയത് കുഞ്ഞേട്ടനാണല്ലേ? കുഞ്ഞേട്ടനാണ് ആദ്യം ഇതെല്ലാം തിന്നത്. അപ്പൊ അതിൻ്റെ ദേഷ്യത്തിൽ കുറുമ്പിലാണ് കുട്ടി ഞാനല്ല ഞാനല്ല എന്ന് ഇവിടെ പറയും. കൂട്ടുകാരും ഇതുപോലെ വീട്ടിൽ വഴക്കടിക്കാറുണ്ടോ? ഞാനല്ല ഞാനല്ല എന്ന് നിങ്ങളും പറയാറുണ്ടോ? ഇത് നോക്കൂ, മറ്റൊരു കുട്ടിയുടെ കഥ. ഞാനല്ല ഞാനല്ല എന്ന് പറയുന്ന മറ്റൊരു കുട്ടിയെ പരിചയപ്പെടാം. മുന്തിരിങ്ങ എന്ന കഥ, കയ്പും മധുരവും എന്ന തലക്കെട്ടോടുകൂടി. കഥ കൂട്ടുകാർ വായിക്കുമല്ലോ. റഷ്യൻ എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയിയുടെ കഥയുടെ വിവർത്തനമാണ് ഇവിടെ മുന്തിരിങ്ങ എന്ന കഥയായി നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെ മുന്തിരിങ്ങ കട്ടെടുത്ത കുട്ടിയെ അച്ഛൻ വഴക്കൊന്നും പറഞ്ഞില്ല. പക്ഷേ എന്തു പറഞ്ഞു? ഒരു സൂത്രം പ്രയോഗിച്ചു. എന്നിട്ട് ഉത്തരം പറയിപ്പിച്ചു. അപ്പൊ വാന്യയുടെ കഥയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അമ്മ കുറേ മുന്തിരിങ്ങ വാങ്ങിക്കൊണ്ടുവന്നു. വാന്യയ്ക്ക് അത് കണ്ട് കൊതിയായി. അവനെടുത്ത് മണത്തു നോക്കി. മുന്തിരിങ്ങ തിന്നണമെന്ന് വാന്യയ്ക്ക് കലശലായ മോഹം. അവൻ മെല്ലെ ഒരു മുന്തിരിങ്ങ എടുത്തു തിന്നു അല്ലേ? അമ്മ ഭക്ഷണത്തിന് സമയമായപ്പോൾ മക്കളെയൊക്കെ വിളിച്ചു. അപ്പോഴോ അച്ഛനും കുട്ടികളൊക്കെ വന്ന് മേശയ്ക്ക് ചുറ്റും ഇരുന്നു. അമ്മയ്ക്കൊരു സംശയം, മുന്തിരിങ്ങയിൽ കുറച്ച് കമ്മിയായിട്ടുണ്ടോ എന്ന്. ആരോ തിന്ന പോലെ. അമ്മ ചോദിച്ചു, മക്കളെ നിങ്ങൾ ആരെങ്കിലും എടുത്തോ? എല്ലാ കുട്ടികളും പറഞ്ഞു ഞാൻ എടുത്തില്ല ഞാനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാന്യയുടെ മുഖം മാത്രം ഒരു ചുവന്ന കളർ.
അപ്പോൾ കള്ളത്തരം അവൻ ചെയ്തിട്ടുണ്ട്. അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ലെന്ന്. അപ്പോൾ ഒരു മുന്തിരിങ്ങ എവിടെ പോയി? ചോദിച്ച ചോദ്യത്തിന് വാന്യ നിന്ന് വിളറി. കുട്ടികളല്ലേ, നല്ല മുന്തിരിങ്ങ കണ്ടാൽ കൊതി വരും, ഒരെണ്ണം എടുത്തു തിന്നു എന്നും വരും. അതൊരു തെറ്റല്ല, ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അച്ഛൻ ഒരു സൂത്രം പ്രയോഗിച്ചത് എന്താന്നോ? മുന്തിരിങ്ങ തിന്നയാൾ വലിയ കുഴപ്പമാണ് കാണിച്ചിരിക്കുന്നത്. മുന്തിരിങ്ങയിൽ ഒരു കുരുവുണ്ട്. അറിയാതെ ആരെങ്കിലും കുരു വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ നാളത്തേക്ക് അവൻ മരിച്ചു പോകും. അതോർത്താണ് എനിക്ക് പേടി, അച്ഛൻ പറഞ്ഞു. ഇത് കേട്ടതും മുന്തിരിങ്ങ തിന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? കുരു ഉള്ളിൽ പോയിട്ടുണ്ട്. അയ്യോ, പേടിയായി. അപ്പോൾ വാന്യ പറയാണ്, ഞാൻ കുരു തിന്നിട്ടില്ല, കുരു വലിച്ചെറിഞ്ഞു എന്ന്. അപ്പം മുന്തിരിങ്ങ തിന്ന ആളെ പിടികിട്ടിയില്ലേ? അങ്ങനെ അച്ഛൻ്റെ സൂത്രം ജയിച്ചു. വാന്യ ചിരിച്ചില്ല. അവൻ കള്ളത്തരം ചെയ്തതുകൊണ്ട് അവൻ നിന്ന് കരഞ്ഞു. നല്ല ഒരു കഥ. വീട്ടിലെല്ലാവരും ചിരിച്ചപ്പോഴും വാന്യ കരയാൻ എന്താവും കാരണം? അവൻ്റെ കള്ളത്തരം പിടിക്കപ്പെട്ടു എന്ന ഒരു ജാള്യത കൊണ്ടാണ് വാന്യ കരഞ്ഞത്. ഈ കഥയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? എന്തുകൊണ്ടാണ്? അച്ഛനെ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം, അല്ലേ? അച്ഛൻ വടിയെടുത്ത് തല്ലിയതൊന്നുമില്ല. ഒരു സൂത്രത്തിലൂടെ കള്ളത്തരം കണ്ടുപിടിച്ചു, എന്നിട്ടോ ഉപദേശിക്കുകയും ചെയ്തു. അച്ഛൻ പ്രയോഗിച്ച സൂത്രം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി അല്ലേ? എന്തുകൊണ്ടാണ്? മക്കളെ വഴക്ക് പറയാതെ രസകരമായി അച്ഛൻ ആ കളവ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് അച്ഛനെ എല്ലാവർക്കും ഇഷ്ടവുമായി, അച്ഛൻ്റെ സൂത്രവും ഇഷ്ടമായി. അടുത്തതായി വാനിയുടെ ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വാനിയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? അന്നത്തെ ഡയറി നിങ്ങൾ വാന്യയായി സങ്കല്പിച്ചുകൊണ്ട് എഴുതണം. ഇന്നൊരു നല്ല ദിവസം ആയിരുന്നില്ല. അമ്മ മുന്തിരിങ്ങ കൊണ്ടുവന്നു. കൊതിമൂത്ത് ഞാനൊരു മുന്തിരിങ്ങ എടുത്തു തിന്നു. പക്ഷേ അച്ഛൻ ആ കള്ളത്തരം കണ്ടുപിടിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അച്ഛൻ്റെ സൂത്രം ഫലിച്ചു. മുന്തിരിങ്ങ കട്ടു തിന്നത് ഞാനാണെന്ന് അച്ഛന് മനസ്സിലായി. എല്ലാവരുടെ മുന്നിലും ഞാൻ മോശക്കാരനായി, ഞാൻ കള്ളനായി. ഇനിയെങ്കിലും കളവൊന്നും ചെയ്യാതെ എനിക്ക് ജീവിക്കണം എന്ന് വാന്യ. അപ്പോൾ വാന്യയുടെ ഡയറി കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. നിങ്ങളും നിങ്ങളുടെ ദിവസേന നടക്കുന്ന കാര്യങ്ങൾ ഡയറിയായി എഴുതി നിങ്ങളുടെ ടീച്ചറെ കാണിക്കുമല്ലോ. പേജ് നമ്പർ 38 തോൽക്കില്ല ഞാൻ എന്ന ഒരു കവിതയാണ് KC ഫ്രാൻസിസ് എന്ന കവിയാണ് എഴുതിയിട്ടുള്ളത്. പുതിയ മനുഷ്യൻ എന്ന സമാഹാരത്തിൽ നിന്നും. മേരിയോടൊന്നും ചോദിച്ചു ഞങ്ങൾ, പേരെന്താ കുട്ടി, പേരക്കയത്രേ. നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ, നാടെന്താ കുട്ടി, നാരങ്ങയത്രേ. പട്ടുകൂമ്പാള കോണമുടുത്തു, പ്ലാവിലെ പൊൻകിരീടവും വെച്ചു, പയ്യെ പയ്യെ തെങ്ങിൻ മടലിൻ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു. നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചു റാണി വരുമ്പോൾ, തൻകരത്താൽ മുഖം മറച്ചെൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. തൻകരത്താൽ മുഖം മറച്ചെൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങ് വാരിയെടുക്കും. ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും. മാമൂനിന്നെന്ത് കൂട്ടി നീ പെണ്ണെ, മീമി ചുട്ടതാണ് അമ്മച്ചി തന്നേ. കള്ളി നീ അതിലെന്തൊക്കെ തിന്നു, മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു. കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച് വൻമരങ്ങളായി വന്നാലോ പെണ്ണെ, മാന്തളിന് ഒറ്റ കണ്ണല്ലേ ഉള്ളൂ, മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും. മാന്തളിന് ഒറ്റ കണ്ണല്ലേ ഉള്ളൂ, മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും. കഴിഞ്ഞ കഥയിൽ വാന്യ മുന്തിരിങ്ങ കട്ടുതിന്നത് പഠിച്ചപ്പോൾ, തോൽക്കില്ല ഞാൻ എന്ന കഥയിൽ മാന്തൾ മീനാണ് കട്ടുതിന്നിരിക്കുന്നത്. മുള്ള് തുപ്പിക്കളയുകയും ചെയ്തു. അങ്ങനെ കള്ളത്തരം കണ്ടുപിടിച്ചു. മേരി എന്ന കുട്ടി, അവളോട് എന്ത് ചോദിച്ചാലും അവൾ തർക്കുത്തരമാണ് പറയുക. പേരെന്താ ചോദിച്ചാൽ പേരക്കാന്ന് പറയും. പിന്നെയോ നാടെന്താ ചോദിച്ചാൽ നാരങ്ങ എന്ന് പറയും. അപ്പം മേരിയുടെ നാടേതെന്ന് ചോദിക്കുമ്പോൾ നാരങ്ങ എന്നാണ് അവൾ പറയുന്നത്.
കവുങ്ങിൻ്റെ കൂമ്പാള കൊണ്ട് അവൾ കോണകമിട്ട് പ്ലാവില കൊണ്ട് കിരീടവും വെച്ച് തെങ്ങിൻ്റെ മടൽ കൊണ്ട് ഉണ്ടാക്കിയ പശുക്കിടാവിനെയും വലിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. വിശ്വപ്രസിദ്ധമായ നാരങ്ങ എന്ന നാട്ടിലെ കൊച്ചു രാജകുമാരിയെ പോലെയാണ് അവൾ വരുന്നത്. കാണുമ്പോൾ മുഖം പൊത്തി എല്ലാവരും പൊട്ടിച്ചിരിക്കും. ആ കുസൃതി പെണ്ണിനെ കാണുമ്പോഴെല്ലാം അമ്മ ഓടിച്ചെന്ന് വാരി എടുക്കുകയാണ്. ചോറിന് എന്താണ് നീ കറി കൂട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്തു പറയും? മീമി ചുട്ടതാണ് അമ്മ തന്നതെന്ന് പറയും. അതിൽ നീ എന്തൊക്കെ തിന്നു എന്ന് ചോദിച്ചാലോ മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു എന്നായിരിക്കും മറുപടി. അവളെ പേടിപ്പിക്കാൻ വേണ്ടി മീനിൻ്റെ കണ്ണ് രണ്ടും വയറ്റിൽ മുളച്ച് മരമായി പോകുമെന്നൊക്കെ പറഞ്ഞാലോ അവൾ കൊഞ്ഞനം കുത്തിക്കൊണ്ട് പറയും മാന്തളിന് ഒരു കണ്ണേ ഉള്ളൂ എന്ന്. ചോദ്യോത്തര പാട്ടുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അത്തരം ചോദ്യോത്തര പാട്ടുകൾ മുതിർന്നവരോട് ചോദിച്ച് നോട്ട് ബുക്കിൽ കൂട്ടുകാർ എഴുതുമല്ലോ. ഇതാ ഒരു ചോദ്യോത്തര പാട്ട്. നെല്ല് കൊയ്യടക്കോര എനിക്ക് വയ്യൻ്റെ അമ്മേ, കറ്റ കേട്ടടക്കോര എനിക്ക് വയ്യൻ്റെ അമ്മേ, കറ്റ മെതിക്കടക്കോര എനിക്ക് വയ്യൻ്റെ അമ്മേ, നെല്ലു കുത്തടക്കോര എനിക്ക് വയ്യൻ്റെ അമ്മേ, വെള്ളം കോരടക്കോര എനിക്ക് വയ്യൻ്റെ അമ്മേ, തീയൂതടക്കോര എനിക്ക് വയ്യൻ്റെ അമ്മേ, വേവ് നോക്കടക്കോര എനിക്ക് വയ്യൻ്റെ അമ്മേ, കഞ്ഞി കുടിക്കടക്കോര അങ്ങനെ പറയൻ്റെ അമ്മേ. മരുങ്ങാമുരികളുടെ ലക്ഷണമാണ് ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ? എന്ന് പറഞ്ഞാലും കേൾക്കുന്നില്ല. പണിയെടുക്കാൻ വയ്യ, തിന്നാൻ മാത്രം നല്ല ഉഷാറാണ് കോരന്. ഇനി നോക്കൂ, ആ അരിവാളെവിടെ പോയടി എന്നൊരു ചോദ്യോത്തര പാട്ട് കൂടി. ആ അരിവാളെവിടെ പോയടി മധുരം കൂടി പൊന്നമ്മേ, ആ അരിവാളല്ലേ ഇന്നലെ ചാമ കൊയ്യാൻ കൊണ്ടോയേ, ആ ചാമ എവിടെ പോയടി മധുരം കൂടി പൊന്നമ്മേ, ആ ചാമ അല്ലേ ഇന്നലെ കുത്തിക്കഞ്ഞി വെച്ചത്, ആ കഞ്ഞി എവിടെ പോയടി മധുരം കൂടി പൊന്നമ്മേ, ആ കഞ്ഞി അല്ലേ ഇന്നലെ കൂനം കുട്ടി കുടിച്ചത്, ആ കുട്ടി എവിടെ പോയടി മധുരം കൂടി പൊന്നമ്മേ, ആ കുട്ടി അല്ലേ ഇന്നലെ തൂറിപ്പാറി ചത്തത്. ഇത് ഒരു തമാശ പാട്ടായിട്ടാണ് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പാടിക്കേട്ടിട്ടുള്ളത്. മുത്തശ്ശി പാടിത്തന്ന ഒരു പാട്ടായിരുന്നു ഇത്. ഇതേപോലെ നാവിന് വഴക്കം വരാൻ വേണ്ടി പാടുന്ന പാട്ടുകളും ഉണ്ട്. എൻ്റെ അമ്മാവൻ എനിക്ക് പാടിത്തന്ന ഒരു കുസൃതി പാട്ട് കൂട്ടുകാരുമായി പങ്കുവയ്ക്കാം. കഥകഥയപ്പൻ കഞ്ഞി വെച്ചു കണ്ണമ്പൂറൻ ഇലയ്ക്ക് പോയി, ഇലയിലൊരു കാട്ടം കണ്ടു കാട്ടം കഴുകാൻ തോട്ടിപ്പോയി, തോട്ടിലൊരു വാളെ കണ്ടു വാളെ പിടിക്കാൻ മലയിൽ പോയി, മലയിലൊരു തട്ടാനെ കണ്ടു തട്ടാനൊരു താലി തന്നു, താലിയെ കൊണ്ടുപോയി പെണ്ണിന് കൊടുത്തു, പെണ്ണൊരു കുട്ടിയെ തന്നു, കുട്ടിയെ കൊണ്ടുപോയി പ്ലാവിന് കൊടുത്തു, പ്ലാവ് ഇത്തിരി ചക്ക തന്നു, ചക്കയെ കൊണ്ടുപോയി പയ്യന് കൊടുത്തു, പൈ ഇത്തിരി ചാണകം തന്നു, ചാണകത്തിന് കൊണ്ടുപോയി കണ്ടത്തിലിട്ടു, കണ്ടം ഇത്തിരി നെല്ല് തന്നു, നെല്ലിനെ കൊണ്ടുപോയി കുന്താണിയിലിട്ടു, കുന്താണി ഇത്തിരി കുത്തി തന്നു, അതിനെ കൊണ്ടുപോയി കലത്തിലിട്ടു, കലം ഇത്തിരി കഞ്ഞി തന്നു. ഇത്തരം നാടൻ പാട്ടുകളൊക്കെ, നാട്ടിലെ പാട്ടുകളൊക്കെ കൂട്ടുകാർ ശേഖരിച്ച് മലയാളം നോട്ട് ബുക്കിൽ എഴുതുമല്ലോ. അടുത്ത ഭാഗവുമായി കാണാം.